വെൽക്കം ബാക്ക് ടു ഗുഡ്വിൽ പാചകം. നമ്മളിന്ന് മറ്റൊരു വിഭവമായി വീണ്ടും എത്തിയിരിക്കുകയാണ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഇറ്റാലിയൻ പാസ്തയാണ്, മക്രോണി ഇറ്റാലിയൻ. അതിൻ്റെ ചേരുവകളും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും നമുക്കൊന്ന് നോക്കാം. നമ്മൾ മക്രോണി ബോയിൽ ചെയ്യാൻ വേണ്ടി വെള്ളം വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ സോൾട്ട് ഇട്ട് കൊടുക്കുന്നു. 1 ടീസ്പൂൺ സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ 1 ടീസ്പൂൺ ഓയിൽ കൂടി ഒഴിക്കുകയാണ്. സൺഫ്ലവർ ഓയിൽ ആണ് ഇപ്പോൾ ഒഴിക്കുന്നത്. ഒലിവ് ഓയിൽ ഒഴിച്ചാൽ കുറച്ചുകൂടി ബെറ്ററാണ്. നമുക്ക് മക്രോണി അതിനകത്ത് ഇട്ട് കൊടുക്കാം. അത് 9 മിനിറ്റ്സ് ടൈമിംഗ് ഉള്ള മക്രോണിയാണ്. 9 മിനിറ്റ് ആകുമ്പോഴേക്കും കുക്കാവേണ്ടതാണ്. കാരണം മക്രോണി അത് പാസ്തയുടെ പാക്കറ്റിലെല്ലാം എഴുതിയിരിക്കും അതിൻ്റെ കുക്കിംഗ് ടൈം. 9 മിനിറ്റ്സ് ഉള്ളതുണ്ട്, 12 മിനിറ്റ് ഉള്ളതുണ്ട്. അത് നോക്കിയാൽ നമുക്ക് അതിൻ്റെ കുക്കിംഗ് ടൈം കറക്റ്റായിട്ട് അറിയാം. ഇതിപ്പോൾ 9 മിനിറ്റ്സ് ഉള്ളതാണ്. നമുക്ക് 9 മിനിറ്റിൽ റെഡിയാവും. ഇതാ നമ്മുടെ മക്രോണി 9 മിനിറ്റ് കഴിഞ്ഞു. മക്രോണി റെഡി ആയിട്ടുണ്ട്. ഇത് സ്ട്രെയിൻ ചെയ്യാം. നമുക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ മക്രോണി നല്ല പാസ്ത എല്ലാം ബോയിൽ ചെയ്യുമ്പോൾ ഇതുപോലെ റണ്ണിങ് വാട്ടർ കാണിച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം. അല്ലെങ്കിൽ അത് സ്റ്റിക്കിയോ എല്ലാം കൂടി കട്ട പിടിച്ച് ഉണ്ടാവും. നമുക്ക് നട്ട്ബഗ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ മക്രോണി ഇറ്റാലിയൻ നമുക്ക് തയ്യാറാക്കാം. പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാവട്ടെ. പാൻ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 30 ml ഒലിവ് ഓയിൽ. നമ്മുടെ ഒലിവ് ഓയിൽ ചൂടായിട്ടുണ്ട്. നമ്മളതിലേക്ക് ചോപ്പ് ഗാർലിക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 10 അല്ലി വെളുത്തുള്ളിയാണ് ചോപ്പ് ചെയ്തത്. ഒരു പീസ് ബട്ടർ, ഒരു 20 ഗ്രാം ബട്ടർ അതും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്തിരിക്കുന്നു. ഈ ഗാർലിക് ഒന്ന് സോട്ടേ ആവട്ടെ. നമ്മുടെ ഗാർലിക് സോട്ടേ വന്നിട്ടുണ്ട്. ഓണിയൻ, ചോപ്പ് ചെയ്ത ഓണിയൻ ഇട്ട് കൊടുക്കാം. ഒരു ഹാഫ് ഓണിയൻ ചോപ്പ് ചെയ്തതാണ്. സെലറി ചോപ്പ് ചെയ്തത് അതൊരു ടീസ്പൂൺ. ക്യാരറ്റ് ചോപ്പ് ചെയ്ത് അതും 1 ടീസ്പൂൺ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഒന്നുകൂടി സോട്ടേ ചെയ്യാം. നമ്മുടെ ഓണിയനും ക്യാരറ്റും ഗാർലിക്കും എല്ലാം നല്ല സോട്ടേ ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ മക്രോണി ഇട്ട് കൊടുക്കാം. നമ്മൾ 1.5 കപ്പ് മക്രോണിയാണ് ബോയിൽ ചെയ്തത്. ഒന്ന് സോട്ടേ ആക്കാം. നന്നായിട്ടൊന്ന് ചെയ്യാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഇറ്റാലിയൻ ഡിഷാണ്. കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ വളരെ എളുപ്പമാണ്. അവർക്ക് ഇഷ്ടമാവും. കാരണം ഇത് സ്പൈസി ഒന്നുമല്ല. ഇനി നമ്മളിതിലേക്ക് കുറച്ച് വൈറ്റ് പെപ്പർ ആഡ് ചെയ്യാണ്. 1 പിഞ്ച് വൈറ്റ് പെപ്പർ, 1 പിഞ്ച് സോൾട്ട്. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1 പിഞ്ച് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ ചീസ്, മൊസറല്ല ചീസ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ മൊസറല്ല ചീസ്. അടുത്ത് നമ്മൾ ചേർക്കുന്നത് നട്ട്മെഗ് ആണ്. ഗ്രേറ്റ് ചെയ്ത നട്ട്മെഗ്, അതൊരു 1/4 ടീസ്പൂൺ നട്ട്മെഗ് വിതറി കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. അടുത്ത് നമ്മൾ ഗാർണിഷായിട്ട് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചോപ്പ് ചെയ്ത് വിതറി കൊടുക്കാം. അതുപോലെ ക്യാപ്സിക്കം ചോപ്പ് ചെയ്ത്, 1 പിഞ്ച് ഷുഗർ കൂടി നമുക്ക് ആഡ് ചെയ്യാം. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഷുഗർ ആഡ് ചെയ്യാം. നമ്മുടെ മക്രോണി ഇറ്റാലിയൻ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ഇതിന് മുകളിൽ ഗ്രേറ്റ് ചെയ്ത ചീസ് വിതറി കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആയി. ഇതിന് മുകളിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് നമ്മുടെ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഇറ്റാലിയൻ പാസ്ത റെഡിയാണ്. മക്രോണി ഇറ്റാലിയനാണ് നമ്മളിന്ന് റെഡിയാക്കിയിരിക്കുന്നത്. അടിപൊളി ഐറ്റമാണ്. കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാവും. കാരണം സ്പൈസി ഒന്നുമല്ല, വളരെ ലൈറ്റായിട്ടാണ്, വേഗത്തിലുണ്ടാക്കാം. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ നമ്മുടെ ബെൽ ബട്ടൺ മറക്കാതെ ഒന്ന് അമർത്തിയേരെ. താങ്ക് യു.